നമസ്കാരം. തിരൂർ എലൈറ്റ് ലേണേഴ്സ് 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് എക്സാം സംഘടിപ്പിച്ചു. 500ഓളം വിദ്യാർത്ഥികൾ എക്സാമിൽ പങ്കെടുത്തു. മോട്ടിവേഷൻ സ്പീക്കർ ജോസ് അന്നക്കുട്ടി ജോസ് ക്ലാസ് എടുത്തു. 500ഓളം വിദ്യാർത്ഥികളാണ് തിരൂർ വാഗൺ ട്രാജഡി ടൗൺ ഹാളിൽ തിരൂർ എലൈറ്റ് ലേണേഴ്സ് സംഘടിപ്പിച്ച സ്കോളർഷിപ്പ് എക്സാമിൽ പങ്കെടുത്തത്. തുടർന്ന് മോട്ടിവേഷൻ സ്പീക്കർ ജോസ് അന്നക്കുട്ടി ജോസ് ക്ലാസ് എടുത്തു. അവരെ ചേർത്ത് പിടിച്ച് അവർ കൂടിയിരിക്കാനേ നിവർത്തിയുള്ളൂ. അന്ന് എൻ്റെ ഫാദറിൻ്റെ തല താഴാൻ എന്നെ അനുവദിച്ചില്ല. ഞാൻ അവിടുന്ന് പിന്നെയും കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായിട്ട് പുറത്തു കിടന്ന ഒരാളാണ്. എനിക്ക് MBAക്ക് ആ കോളേജിൽ നിന്ന് ആദ്യം ജോലി കിട്ടിയത് എനിക്കാ. തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ സക്സസിൻ്റെ കാരണമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ഫാദർ തല താഴാൻ അനുവദിച്ചില്ലെന്നുള്ളതാണ്. അപ്പം എനിക്ക് ഈ സെഷൻ്റെ ആദ്യത്തെ ഒരു അരമണിക്കൂർ മാതാപിതാക്കളോടും അടുത്ത ഭാഗമാണ് എനിക്ക് നിങ്ങൾ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്. ബട്ട് ഡിയർ ലവിങ് പാരൻസ്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അഹങ്കാരമായിട്ടാണോ തോന്നുന്നത് അതോ പൊട്ടത്തരമായിട്ടാണോ തോന്നുന്നത്, നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് എടുക്കാം. ഞാൻ പറഞ്ഞ് കണ്ണും കൂട്ടി വിശ്വസിക്കാനും ഞാൻ പറയണില്ല. സ്കോളർഷിപ്പ് എക്സാമിൽ വിജയികളായവർക്ക് യഥാക്രമം 1, 2, 3 സ്ഥാനക്കാർക്ക് 5000, 3000, 2000 രൂപ ക്യാഷ് അവാർഡ് നൽകി. ചേരുലാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നഷ്വ മെഹറിൻ VK 1ാം സ്ഥാനവും വളവന്നൂർ ബാക്കഫിയത്തീങ്കാന ഹയർ സെക്കൻഡറി സ്കൂളിലെ വഫാട്ടി 2ാം സ്ഥാനവും താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജയരാജീവ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. എലൈറ്റ് ലേണേഴ്സ് CEO ഷുഹൈബ് മുളയത്തിലും ഡയറക്ടർമാരായ സലാം പി ലിലീസും നസീബ തസ്നിയും അവാർഡുകൾ വിതരണം ചെയ്തു. എക്സാം എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് കാർഡുകളും വിതരണം ചെയ്തു. വെട്ടം ന്യൂസ്, തിരൂർ.